ആരും ഒന്നും പറയല്ലേ, ആരും ഒന്നും പറയരുത്. രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ്. കടിച്ചിക്ക് പറയാം, പിന്നെ കുഴപ്പം മുസൽമാനാണ്. അങ്ങനെ വാപ്പ മോത്തിലാൽ ഒരു മുസ്ലിം എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. മോത്തിലാലിന്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ടോ? ആര് പറയുന്നുണ്ട്? ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പിടിച്ചു. മനുഷ്യടക്കം പുള്ളി പെരക്കാത്തല്ലേ പെരക്കാത്ത 5 പേര് നിസ്കരിക്കും. മനസ്സിലായോ? ശരിയാ. പുള്ളി വീട്ടിനകത്ത് നിസ്കരിക്കാൻ മാത്രമല്ല, പുള്ളി ഹജ്ജ് ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഫ്രിഡ്ജിനകത്തൂടെ കറുത്ത തുണി ഇട്ട് വെച്ചിട്ട് ഉംറയും കൂടെ ചെയ്യും. എല്ലാ വർഷവും ചെയ്യും ഉംറയും കൂടെ. ഇവനെ താങ്ങുന്ന ചാണക സംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് തന്തയില്ലായ്മ ഇവൻ പറയുമെന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാശ്മീരി പണ്ഡിറ്റ് ബ്രാഹ്മൺ കുടുംബത്തിൽ ജനിച്ച മോത്തിലാൽ നെഹ്റുവിനെയാണ് ഇവൻ പറയുന്നത് മുസ്ലിമാണ്, അയാൾ 5 നേരം വീട്ടിനകത്ത് നിസ്കരിക്കുന്ന ആളായിരുന്നു എന്ന് പറയുന്നത്. ഇത് പറഞ്ഞിരിക്കുന്ന മറ്റാരെങ്കിലും ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരു ബ്രാഹ്മൺ കുടുംബത്തിൽപ്പെട്ട ഒരാള് മറ്റൊരു മതത്തിൽ, അത് പ്രത്യേകിച്ച് മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടത്തെ വലിയ വലിയ കൊണാണ്ടർമാര് കൊടിയും പിടിച്ച് ഇറക്കത്തില്ലായിരുന്നു. ഇത് പിന്നെ ഇവനെ പോലെയുള്ള വെറും ചാണകം തീനിയുടെ വായിൽ നിന്നായതുകൊണ്ട് ആർക്കും ഒന്നും പറയാനില്ലായിരിക്കും അല്ലെ. നാളെ ആരെങ്കിലും സീറ്റ് കൊടുക്കാം, അധികാരം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടുത്ത മുണ്ട് തലയെ കൂടെ കെട്ടി ഈരാറ്റുപേട്ട തൊട്ട് കാതിരപ്പള്ളി വരെ ഇവൻ തുള്ളുകയും കൂടെ ചെയ്യും. അത്രയും നാറിയ സ്വഭാവമുള്ള അധികാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെറ്റത്തരവും വിളിച്ച് പറയുകയും കാണിക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട ജന്മമാണ് ഈ പറയുന്ന ഇവൻ.